ഹലോ ഗൈസ്, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഡ്രസ്സസ് ഞാൻ മേടിച്ച് കാണിച്ചു തരാം. ഇത് 799 റുപ്പീസിൻ്റെ ആണ്. മറ്റേത് 1299 റുപ്പീസ്. ഞാൻ റിലയൻസ് ട്രെൻഡ്സ് വുമണിൽ മേടിച്ചതാണ്. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം. പിന്നെ ഞാൻ പാക്കിംഗ് ഒക്കെ തുടങ്ങി. ഈ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഈ വീഡിയോ ഞാൻ എന്നാ ചെയ്യാൻ പോകണം, എന്നാ പരിപാടീസ് എന്നൊക്കെ പറയണേ ഉള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ ഡാഡ് ഒരു 3 ഡേയ്സിന് നാട്ടിൽ പോവാണ്. അതുകൊണ്ട് അത്രേ ഉള്ളൂ. പിന്നെ അമ്മേനെ അനിയത്തിനെ മിസ് ചെയ്യും, അത് വേറൊരു പാർട്ടാണ് ഞാൻ പറയണേ. കുഴപ്പമില്ല ഗൈസ്, ലെറ്റ്സ് ഗോ. പിന്നെ ഒരു 10 അലാറം വെച്ചായിരുന്നു, പക്ഷേ അലാറമൊന്നും കേട്ടില്ല. പാരൻസ് വന്നാണ് എണീപ്പിച്ചത്. അപ്പോൾ എണീറ്റു, റെഡിയായി, കമ്മലൊക്കെ ഇട്ടു, സ്പ്രേ ഒക്കെ അടിച്ചു, എല്ലാം സെറ്റായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി കട്ടൻ ചായ കുടിച്ചു, അമ്മ ഉണ്ടാക്കി തന്നതായിരുന്നു. പിന്നെ ഇല്ല, ഞാൻ ഒത്തിരി അങ്ങ് വീഡിയോസൊന്നും എടുക്കാൻ പോയില്ല. ഉറക്കമായിരുന്നു ഞാൻ കാറിൽ. ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ സേലത്തിൽ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ പോയില്ല. എനിക്ക് വിശന്നിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു മസാല ദോശ നമ്മൾ കഴിച്ചിട്ട് നല്ല കോഫി കുടിച്ചു നമ്മൾ കേരളത്തിലേക്ക് കയറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ അങ്കിളുടെ ഓഫീസിൽ പോയി. പിന്നെ പുറത്ത് പോയിട്ട് വടയും ചട്നിയൊക്കെ കഴിച്ചു. പിന്നെ ഒരു ബ്രൂ കോഫി കുടിച്ചു. മാമാമേനെയും സാജുങ്ങളെയും കണ്ടു. നമ്മൾ കുറച്ച് ജ്യൂസും പലഹാരങ്ങളും കഴിച്ചിട്ട് കുറച്ച് മിണ്ടി പറഞ്ഞ് ചിരിച്ച്. ഗൈസ്, ഇത് കണ്ടു, നല്ല ബ്യൂട്ടിഫുൾ ഭംഗിയുള്ള കൂൾ കോഫി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നു. കുടിച്ച് നോക്കിയപ്പോൾ ഇതാ അടിപൊളി. ഇതൊക്കെ ഇന്ത്യൻ ബേക്കറിയിലാണ് കിട്ടുന്ന സാധനങ്ങൾ. അപ്പോൾ അവിടെ പോയി ട്രൈ ചെയ്യുക. താങ്ക് യു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോവായിരുന്നു. ഇതേ ഒരു സംഭവം സംഭവിച്ചു. ഹോട്ടലിൽ വന്ന് പാൻറ് നോക്കിയപ്പോൾ അതേ കുറേ മണ്ണ് അവിടെ പറ്റിയിരിക്കുന്നു. അയ്യോ, അത് തൂക്കാൻ പെട്ട പാട്. പിന്നെ തൂത്ത് എന്തൊക്കെയോ മാഞ്ഞിട്ടുണ്ട് എന്തായാലും. അയ്യോ, അതും ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് വൈറ്റ്. ഇതായിരുന്നു നമ്മുടെ ബെഡ്റൂം. ട്വിൻ ബെഡ്സ് ആയിരുന്നു. നല്ല അടിപൊളി റൂമായിരുന്നു, നല്ല AC-യും എല്ലാം, നോ പ്രോബ്ലം, നോ ഇഷ്യൂസ്. പക്ഷെ ഒരു ബാഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ ബാത്റൂമിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറേ പാറ്റുകൾ അങ്ങ് അസംബിൾ ചെയ്യും ബാത്റൂമിൽ. ഐ മീൻ കോക്രോച്ചസ്. അയ്യോ, പക്ഷെ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്താൽ കുഴപ്പമില്ല ഗൈസ്. സോ ഇനി മുതൽ ഇതുപോലത്തെ ഹോട്ടൽസൊക്കെ പോയാൽ ലൈറ്റ് ഓൺ ചെയ്ത് കിടക്കുക ബാത്റൂമേ. അപ്പോൾ കോക്രോച്ചസും വരില്ല, അതിന് ശല്യവും കാണില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ കുത്തിക്കൊണ്ടിരുന്ന് ടൈമൊക്കെ വേസ്റ്റാക്കി. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിൽ ഞാൻ വേറെ ഒന്നുമല്ല പറയണേ, എന്നൊക്കെ കഴിച്ചു എന്നാണ് ഞാൻ വിശദീകരിക്കണേ. അപ്പോൾ ഞാൻ ലഞ്ചിന് ഞാൻ ബിരിയാണി കഴിച്ചായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ എൻ്റെ അങ്കിളുടെ ഓഫീസിൽ പോയാന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും നമ്മൾ 3 പേരും ഒരു സ്മോൾ ഹോട്ടലിൽ പോയി വടയും ഒരു ബ്രൂ കോഫിയും കുടിച്ചു. നല്ല അടിപൊളി ബ്രൂ കോഫി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ കൂൾ കോഫിയൊക്കെ കഴിച്ചു വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. The best part, it's free as well. I'm going to take this home, take this to Bangalore. Guys, see you guys tomorrow. Hi guys, so I took a bath and everything and I'm on my makeup and all. അപ്പോൾ ഈ വീഡിയോ ക്ലിപ്പിലേ വേറെ ഒന്നുമല്ല പറയണേ. രാവിലെ എണീറ്റു, എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ബിക്കോസ് ഭയങ്കര ഉറക്കമായതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ അവിടുത്തെ ലഞ്ച് കഴിക്കാമെന്ന്. അപ്പോൾ കുളിച്ചൊക്കെ റെഡിയായി, ഇപ്പോൾ സെറ്റാണ്. മേക്കപ്പ് ഞാൻ പോകണം. ഇത് ഇടണോ?
ഇതിടണോ? ഇത് കണ്ട കോമഡി ആയിട്ടിരിക്കുന്നില്ലേ? ഇത് ഫാസ്റ്റ് മോഡിൽ വെക്കാൻ പോവാണ് ബിക്കോസ് എവ്രി വൺ നോസ് വാട്ട് ഐ ഡു. സോ യാ, ഈ സൺസ്ക്രീന് ചേർക്കും ഇഷ്ടപ്പെടും. ഹൂ ഡസൻ ലൈക്ക് ഈ ഒത്തിരി മണമുള്ള ഫ്രേഗ്രൻസ് ഉള്ള ഇഷ്ടമല്ലെങ്കിൽ യു ഗൈസ് വിൽ ലൈക്ക് ദിസ്. എനിക്ക് ഫ്രേഗ്രൻസ് ഉള്ളതാണ് എനിക്കിഷ്ടം. കുഴപ്പമില്ല, പക്ഷെ നല്ലതാണ് കേട്ടോ ഇത് ആക്ച്വലി. ആക്ച്വലി ഐ ഹാഡ് ടു ബ്രിങ് മോയ്സ്ചറൈസർ, പക്ഷെ ഞാൻ കൊണ്ടുവന്നില്ല. പ്രാവത്ത് ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു സൺസ്ക്രീൻ മാത്രമാണ്, പക്ഷെ മറ്റേതിൽ വിച്ച് ഐ യൂസ് ഇൻ ദ മേക്കപ്പ് വീഡിയോ അതിനകത്ത് സൺസ്ക്രീൻ പ്ലസ് മോയ്സ്ചറൈസറാണ്. ഓ ശരി, ദൈവം തന്ന കളർ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ, അതുകൊണ്ട് ഇതൊക്കെ ചെയ്യണേ ഗൈസ്, അല്ലാതെ സൗന്ദര്യം കൂട്ടാനോ കുറയ്ക്കാനല്ല. ബ്ലൂ വന്നായിരുന്നു, പിന്നെ പെട്ടെന്ന് ഇതായിപ്പോയി, കട്ട് ചെയ്തു ബ്ലൂ. ഞാൻ ഈ കെറ്റിൽ വെച്ച് ഞാൻ വെള്ളം ചൂടാക്കാൻ നോക്കുമായിരുന്നു ഈ കോഫിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ സഡനായിട്ട് ജസ്റ്റ് ഗോട്ട് സ്വിച്ച്ഡ് ഓഫ്, ലൈക്ക് പിന്നെ ഓണേ ആക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളൊരാളെ വിളിച്ചു വന്നിട്ട് അവർ വേറെ കെറ്റിൽ റീപ്ലേസ് ചെയ്തു. ഇപ്പം യെസ്, ഞാൻ കോഫി ഉണ്ടാക്കുവാണ് ഗൈസ്. ഒരു സത്യം പറയട്ടെ, ഈ കോഫി ഞാനിപ്പോൾ ഉണ്ടാക്കിയത് അടിപൊളി കോഫി ആയിരുന്നു കേട്ടോ. പച്ചവെള്ളവും ഇച്ചിരി കോഫി പൗഡറും പിന്നെ പാൽ പൗഡറൊക്കെ ഉള്ളൂ, ബട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ സെൽഫ് പ്രൈസ് ചെയ്യണമല്ല കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം കറങ്ങി നമ്മൾ ഒരു കോഫി ഷോപ്പിൽ കയറി. യു ഗൈസ് നോ നമ്മൾ കോഫി അടിച്ചാണ്, അതുകൊണ്ട് നമ്മളൊരു കോഫി ഷോപ്പിൽ കിട്ടി. നല്ലൊരു കോഫി ഷോപ്പേ, നല്ല ആംബിയൻസും നല്ലൊരു എസ്തറ്റിക് വൈബുള്ള കോഫി ഷോപ്പ്. പിന്നെ ഇല്ലേ, ഈ കോഫി കണ്ടോ എന്നാ ഫ്ലഫി ആയിട്ട് ഇരിക്കണേ, നല്ല എനിക്കൊരു മെഷീൻ കോഫിയാണ് എനിക്ക് വേണം കേട്ടോ. പിന്നെ ആദ്യം നോക്കിയപ്പോൾ ഇച്ചിരി മധുരം കുറവായിരുന്നേ, അപ്പോൾ ഞാൻ ഇച്ചിരി ഷുഗറൊക്കെ ആഡ് ചെയ്ത് കുടിച്ച് നോക്കിയപ്പോൾ അടിപൊളി. അത് കഴിഞ്ഞിട്ടേ എൻ്റെ ഫ്രണ്ട് മീറ്റ് ചെയ്യാൻ വന്നേ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ചില്ലായിരുന്നു, അപ്പോൾ ലഞ്ച് കഴിക്കാൻ പോയതായിരുന്നേ. ഇച്ചിരി ഡിലേ ആയി. അപ്പോൾ ഈ ബോട്ടിലൊക്കെ ബിരിയാണി ഇട്ടേക്കണു. നമ്മൾ എന്ത് ചോദിച്ചു, ഇതെന്നാ ബിരിയാണി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി ഞാൻ കുറച്ച് ഒരു ടോപ്പൊക്കെ മേടിച്ചു. വന്നിട്ട് നമ്മൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറി സൂപ്പർ മാർക്കറ്റിൽ പോയി. എന്നിട്ട് കുറച്ച് കണ്ണിമാങ്ങ അച്ചാറൊക്കെ മേടിച്ചു, പിന്നെ 2 കമ്മലൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു സുഡോയിൽ പോയായിരുന്നെന്ന്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മേടിച്ച ടോപ്പായിരുന്നു. ഓൺലി 299 റുപ്പീസായിരുന്നു ഈ ടോപ്പിന്. അത് കഴിഞ്ഞിട്ടേ ഞാൻ ഒരു ലിപ് ട്രിപ്പ് മേടിച്ചു. അതൊരു ലിപ്സ്റ്റിക്കും പിന്നെ ലിപ് ഗ്ലോസ് കോംബോ ആണ്. ഇത് കണ്ടോ, നല്ല അടിപൊളി കളറ്, നല്ലൊരു ഡാർക്ക് ബ്രൗണിഷ് ഷെയ്ഡായിരുന്നേ. ഇത് കണ്ടോ, ഇതായിരുന്നു ട്രാൻസ്പെറൻറ്റ് ലിപ് ഗ്ലോസ്. ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ലൈക്ക് ഒരു ഫ്രാഗ്രൻസും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഞാൻ ഒരു 2 ഇയറിങ്സ് മേടിച്ചായിരുന്നു എന്ന്. അത് വേറെ ഒന്നുമല്ല, ആ പ്രൈസൊക്കെ കണ്ടപ്പോൾ മേടിക്കാൻ തോന്നിയതാട്ടോ. ഈ ബാംഗ്ലൂരിലൊക്കെ അല്ലേ ഈ കമ്മലിനും മാലയ്ക്കും എന്നാ വിലയാണെന്നറിയാവോ? ഒരു 90 to 100 റുപ്പീസൊക്കെ ആയിരിക്കും ഓരോ ഇയറിങ്സും. പക്ഷെ നാട്ടിൽ ആ പ്രൈസൊക്കെ കണ്ടപ്പോൾ ലൈക്ക് വെരി അഫോർഡബിൾ പ്രൈസായിരുന്നേ. അപ്പോഴത്തെ ഞാൻ 2 മേടിച്ചേക്കാമെന്ന്. ഒരെണ്ണം 50 റുപ്പീസും ഒരെണ്ണം 65 റുപ്പീസായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അത് എക്സ്പെൻസീവാന്ന്.
പക്ഷേ കമ്പയറിങ് ടു ബാംഗ്ലൂർ പ്രൈസസ് ഐ ഫീൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. ഇപ്പോഴാണ് മിണ്ടാൻ പറ്റണേ. പുറത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഒറ്റ ഉറക്കം. ഇപ്പോഴാണ് എണീറ്റ്. ഇപ്പോൾ എത്ര മണി? ഒരു 8:30 ആയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാണ് എണീക്കണേ. അപ്പോൾ ഒരു കോഫി 8 മണിയായിരുന്നു എനിക്ക്, 8 മണി സംതിങ്. അപ്പോൾ ഒരു കോഫി ഞാൻ ഉണ്ടാക്കി. കോഫി ഇപ്പം ഞാനും അപ്പയും കുടിക്കുക. അന്നത്തെ ടേസ്റ്റ് ഉണ്ടോ നോക്കാം നമുക്ക്. ഉണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ വന്നിട്ട് വേണം അമ്മയ്ക്ക് വേണ്ടി ഒരു കോഫി ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ. ഇപ്പം നമ്മൾ ഡിന്നറും ഓർഡർ ചെയ്തു. അപ്പം ആൻഡ് ചിക്കൻ സ്റ്റ്യൂ ഓർഡർ ചെയ്തു. അത് കഴിച്ചിട്ട് ഉറക്കാം. ആൻഡ് ടുമോറോ വി ആർ ലീവിങ് ബാക്ക് ടു ബാംഗ്ലൂർ. 3 days എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ചില ഇറിറ്റേറ്റ് ഉണ്ടായിരുന്നു. കുറേ കുരിശ് ചോദ്യങ്ങൾ ചോദിച്ചു. ചിലർ, ഞാൻ പറയുന്നില്ല പേരൊന്നും, ജസ്റ്റ് ദ ബുക്കിംഗ് യുനോ, അവരെല്ലാം അറിയണമല്ലോ. എല്ലാവർക്കും അറിഞ്ഞാലേ തൃപ്തി വരുള്ളൂ. പിന്നെ ബാക്കി കുഴപ്പമില്ല. അങ്ങനെ ഫ്രണ്ടിനെ കണ്ടു. ഫ്രണ്ടിനെ കണ്ടു. കുറച്ച് കസിൻസിനെ കണ്ടു. പിന്നെ അങ്കിൾസ്, ആൻറ്റീസ്, അമ്മായിസ് കണ്ടു. കുഴപ്പമില്ല. ഇനി അടുത്ത വരവ് എപ്പോഴാന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നോക്കാം. അങ്ങനെയൊക്കെയാണ്. നല്ല ട്രിപ്പായിരുന്നു. കുഴപ്പമില്ല. നാളെ ഐ ക്യാൻ reunite with my mom and my sister. I'm so happy finally. Oh my god. You know, when you're attached to your family, touch wood, when you're attached to your family, you know, you can't even stay away from anyone for like 2 hours, you know. Suddenly you'll start missing their presence. It's, you know, people who are not close to their family won't understand that, but when you're people who are close to their family, they will understand. So yep. Yes guys, ഇത്രേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡിന്നർ വന്നായിരുന്നേ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അപ്പവും ചിക്കൻ സ്റ്റ്യൂവും. എൻ്റെ ഫേവറേറ്റാണ് സ്റ്റ്യൂ, എസ്പെഷ്യലി മട്ടൺ സ്റ്റ്യൂ. പിന്നെ ബാംഗ്ലൂർ തിരിച്ചു പോകാൻ സമയമായി. രാവിലെ ഒരു 3:30 എണീറ്റു. 3:30 അല്ല, 4 മണിക്ക് എണീറ്റു. റെഡിയൊക്കെ ആയി. കുഴപ്പമില്ല. എന്നിട്ട് വൺ ലാസ്റ്റ് ടൈം റൂമൊക്കെ കണ്ടു. 3 ദിവസം താമസിച്ചല്ലേ. പിന്നെ ഇതായിരുന്നു എൻ്റെ ലുക്ക് കേട്ടോ. നല്ല ലുക്കല്ലേ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. ആൻഡ് reunited with my mom and my sister. ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. ഇനി മറ്റൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Until then, bye guys.